കോൺകാഫ് കപ്പ് ചാമ്പ്യൻഷിപ്പിൽ ഇന്റർ മയാമി വിജയിച്ചല്ലോ അല്ലേ. 2-0 വിജയം. 2 പാദങ്ങളിലുമായിട്ട് 4-0 വിജയം, മികച്ചൊരു വിജയം ഇന്റർ മയാമി, ലയണൽ മെസ്സിയുടെ ഇന്റർ മയാമി സ്വന്തമാക്കി. ഈ മത്സരത്തിൽ ഒരു മികച്ച ഒരു ഗുഡ് ന്യൂസ് അർജന്റീന ലയണൽ മെസ്സി താരങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതായത് ലയണൽ മെസ്സി കളിച്ചു, അദ്ദേഹം ഗോളടിച്ചു. പകരക്കാരനായിട്ട് ഇറങ്ങി 2ാം പകുതിയിൽ ഇറങ്ങി അദ്ദേഹം ഗോളടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ അനുമോദിച്ചിട്ടിപ്പോൾ ഓപ്പോസിറ്റ് ടീമിൻ്റെ പരിശീലകൻ വരെ വന്നിക്കാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ലയണൽ മെസ്സി കളിച്ചു, അത് എല്ലാവരും ഹാപ്പിയാണ്, അത് തന്നെ വലിയൊരു കാര്യമാണ്. ലയണൽ മെസ്സിയെ തടുക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചു. എങ്കിലും ഇതുപോലുള്ള ഒരു സാഹചര്യം, അതായത് ജമൈക്കയിലാണല്ലോ മത്സരം, 3000 പേരെ മാത്രം ഉൾക്കൊള്ളിക്കാവുന്ന സ്റ്റേഡിയത്തിൽ, അവരുടെ സ്റ്റേഡിയത്തിൽ ആ സ്റ്റേഡിയത്തിലെ മത്സരം മാറ്റിയിട്ട് 30,000 ആളുകളെ കൊള്ളിക്കാവുന്ന സ്റ്റേഡിയത്തിലേക്ക് മാറ്റി മത്സരം. ലയണൽ മെസ്സി വരുന്നത് കണ്ടിട്ട് ലയണൽ മെസ്സിയെ കൂടുതൽ ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് ആ വേദി പോലും മാറ്റി. അപ്പോൾ ആ സാഹചര്യത്തിൽ ലയണൽ മെസ്സി കളിച്ചിട്ടില്ലെങ്കിലുള്ള അവസ്ഥ എന്താകണം അത്രയും ഫാൻസിനില്ലേ. ഏതായാലും ലയണൽ മെസ്സി തിരിച്ച് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഗോളുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇനി വരാനിരിക്കുന്നത് നാഷണൽ ടീമിൻ്റെ ഗെയിമുകളാണ്, അർജന്റീനയുടെ ഗെയിമുകളാണ്. ഉറുഗ്വേയുമായിട്ടും ബ്രസീലുമായിട്ടാണ് മത്സരം ഈ മാസം തന്നെ. ലയണൽ മെസ്സിയുടെ തിരിച്ചുവരവ് നീലക്കുപ്പായത്തിൽ കാത്തിരിക്കുകയാണ് നമ്മൾ. ഏതായാലും ഇന്റർ മയാമിയെ നല്ല രീതിയിൽ തന്നെ ലയണൽ മെസ്സി കൊണ്ടുപോകുന്നുണ്ട്. അദ്ദേഹം വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ആ ലീഗിലും അല്ലെങ്കിൽ അവിടുത്തെ ഫുട്ബോളിലും ഒരുപാട് മാറ്റങ്ങൾ മെസ്സിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിൽ ഒരുപാട് ഹാപ്പിയാണ് ഫാൻസൊക്കെ. അപ്പോൾ ഇതാ ഓപ്പോസിറ്റ് ടീമിൻ്റെ പരിശീലകൻ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ലയണൽ മെസ്സി വന്നല്ലോ, കളിച്ചല്ലോ, അതന്നെ ഭയങ്കര കാര്യമാണ്. സ്വന്തം ടീം തോറ്റതിൽ അദ്ദേഹത്തിന് പ്രശ്നമില്ല. ലയണൽ മെസ്സി വന്നതിലും കളിച്ചതിലും ഉള്ള സന്തോഷം അദ്ദേഹം വിവരിച്ചു കാണും.